കാൽവരിയിലെ ഈശോയുടെ മരണം തന്നെയാണ്, ഈശോയുടെ പീഡാസഹനം തന്നെയാണ്, ഈശോയുടെ കുരിശുമരണം തന്നെയാണ്, ഈശോയുടെ ഉത്ഥാനം തന്നെയാണ്, ഈശോയുടെ കുരിശു വഹിക്കൽ തന്നെയാണ്. ആ കാൽവരിയിൽ നടന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഇന്ന് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം അന്ന് ഒത്തിരി പേര് ഈശോയുടെ കുരിശുമരണം കാണാൻ വേണ്ടി വഴിയോരങ്ങളിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ഉണ്ടായിരുന്നില്ലേ? കാണികളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ വലിച്ച് എഴച്ച് കുരിശും തോളെ വെച്ച് കൊടുത്ത് ചമ്മട്ടി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് തീർപ്പിച്ച് കാർപ്പിച്ച് തുപ്പി മുൾക്കിരീടമൊക്കെ അണിയിച്ച് അതിക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഒരു കാഴ്ച പോലെ കണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനം ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അവർക്ക് എന്തേലും ഫീൽ ചെയ്തോ? അവർക്കൊന്നും ഫീൽ ചെയ്യില്ല. അവരത് കണ്ടു നിന്നതേ ഉള്ളൂ. നമുക്കും ഈശോയെ, വിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതുപോലെയാ നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലും. എനിക്ക് വേണ്ടി മരിക്കുന്ന, എനിക്ക് വേണ്ടി എൻ്റെ പാവങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി, ഞാൻ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി, എൻ്റെ എല്ലാ പാവങ്ങൾക്കും പരിഹാര ബലിയായി തീർന്ന് സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരാതെ ഞാൻ എവിടെയോ മാറി നിന്ന് ഇതെല്ലാം കാണുന്ന ഒരു കാഴ്ചക്കാരിയായിട്ടല്ല കാഴ്ചക്കാരനായിട്ട് മാറിയാൽ എനിക്ക് ആ വിശുദ്ധ കുർബാനയിൽ എന്തുമാത്രം വിശ്വാസമുണ്ടോ? ഇല്ല.